ഹായ് എവ്രി വൺ വെൽക്കം ടു കെംഫോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ PUSC ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 4 എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. BSc കെമിസ്ട്രി വിത്ത് 60% മാർക്കുള്ളവർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാം. എക്സാം വരുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ 2026 ആ ഒരു വിൻഡോയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് പ്രീവിയസ് ആയിട്ട് നടന്നിരിക്കുന്ന എക്സാമിൻ്റെ, അതായത് 2023 നടന്നിരിക്കുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, എവിടെ നിന്നാണ് സിലബസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് സിലബസിൻ്റെ ഒരു ഓവറോൾ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിലബസ് ആണ് ആക്ച്വലി അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പ്രീവിയസ് നടന്ന എക്സാമിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ എക്സാം നടന്നത് ഏപ്രിൽ 13, 2023 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് നവംബർ 22, 2023 അപ്പോൾ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. +22 അഡ്വൈസ് ഓൾറെഡി പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുള്ളത് നവംബർ 4 അപ്പോൾ ഇനിയും ഏകദേശം ഒരു വർഷത്തോളം തന്നെ ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു 25 മുകളിൽ അഡ്വൈസ് പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. യൂഷ്വലി കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിനൊക്കെ തന്നെ വളരെ കുറച്ച് വേക്കൻസീസ് ആണ് വരാറുള്ളത്. 2 3 ഒക്കെയാണ് ഇങ്ങനെയുള്ള എക്സാംസിന് പൊതുവേ നമുക്ക് വേക്കൻസീസ് കാണാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു 25+ വേക്കൻസീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും, ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും സിലബസ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് കറക്റ്റായിട്ട് റെഡി ആവാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സിലബസിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. 10 മൊഡ്യൂൾസ് ആണ് വരുന്നത്. 10 മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ് വരുന്നത്. ടോട്ടൽ 100 മാർക്സ് ആണ്. ആദ്യത്തെ 2 മൊഡ്യൂൾസ് ഇനോർഗാനിക് കെമിസ്ട്രി ആണ്, 3ഉം 4ഉം ഓർഗാനിക് ആണ്, പ്ലസ് എൻവയോൺമെന്റലിന്റെ ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ 5ഉം 6ഉം ഫിസിക്കൽ കെമിസ്ട്രി. 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണ്, 7ഉം 8ഉം. ദെൻ 9ാമത്തെ മൊഡ്യൂൾ പ്ലാന്റ് ഓപ്പറേഷൻ ആൻഡ് സേഫ്റ്റി. 10ാമത്തത് പെട്രോളിയം ആൻഡ് എനർജി എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് സിലബസിൽ ആദ്യം തന്നെ വരുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ്. ഇതിൽ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്ന ഏരിയാസ് ആണ്. അപ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നിന്നും അയണൈസേഷൻ എന്താൽപ്പി റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് ഓർഡർ ആണ് ചോദിക്കുക അല്ലേ. ചില സർട്ടൻ എലിമെന്റ്സ് തന്നിട്ട് അറ്റോമിക് റേഡിയസോ അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയോ എന്താ വെച്ചാൽ അതിൻ്റെ ഓർഡറാണ് സാധാരണ ചോദിക്കാറുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അറ്റോമിക് സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡി ബ്രോഗ്ലി ഇക്വേഷൻ, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, ദെൻ ഹെയ്സൻബർഗ്സ് പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ. ഇതൊക്കെ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് എങ്ങനെ ഏത് റൂളാണ്, അപ്പോൾ എല്ലാ റൂളും അറിഞ്ഞാൽ മാത്രമേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ലോസ് റൂൾസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അടുത്തത് കെമിക്കൽ ബോണ്ടിങ് ആണ്. വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അയണിക് ബോണ്ടിങ്, കോവലന്റ് ബോണ്ടിങ്, മെറ്റാലിക് ബോണ്ടിങ്. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് IF7ന്റെ ഹൈബ്രിഡൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ സ്പെസിഫിക് ആയിട്ട് മൊളിക്യൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ എല്ലാ മൊളിക്യൂൾസും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് നമ്മൾ ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു കമ്പാരിസൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വരുന്നതാണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. ഇതിൽ നിന്നും സിമ്പിളായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാർബോ കാറ്റോണിൻ്റെ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതായിരുന്നു. അടുത്ത ടോപ്പിക്ക് വരുന്നത് ന്യൂക്ലിയർ കെമിസ്ട്രി ആണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂവൽസ് അറിഞ്ഞിരിക്കണം, ഏതൊക്കെ ന്യൂക്ലിയർ ആണ് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഡിസിൻറ്റഗ്രേഷൻ തിയറീസ്, അതേപോലെ തന്നെ ആൽഫ, ബീറ്റ, ഗാമ ഡീക്കേസ്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് ഹൈബ്രിഡൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള അടുത്ത ടോപ്പിക്ക് ഗേഷ്യസ് സ്റ്റേറ്റ്. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ലോസും അതേപോലെ തന്നെ ഇക്വേഷൻ, നമ്മുടെ ഗ്യാസ് ലോ ഇക്വേഷൻ വരുന്നുണ്ട് ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ കഴിഞ്ഞ തവണ അത് എക്സ്പ്ലിസിറ്റ്ലി ചോദിച്ചിട്ടില്ല, ബട്ട് സാധാരണ ചോദിക്കുന്നതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിലബസിൽ ഇപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റ് ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് സിലബസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ചില ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വഴിയേ. ഇനി S&P ബ്ലോക്ക് എലിമെൻസിൽ നിന്നും ആ ഒരു ഏരിയ SPDF അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസിൽ നിന്നും 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു.
ദെൻ കോർഡിനേഷൻ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാലോ, അതിൻ്റെ ഐസോമറിസത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ദെൻ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി വരുന്നുണ്ട്, അതിൽ തന്നെ നമ്മുടെ ഡിസീസ്, മീനുമാത ഡിസീസ്, അങ്ങനെയുള്ള ഡിസീസിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ കിലേഷൻ തെറാപ്പി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ ബോറാക്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ചോദിച്ചെന്ന് വിചാരിച്ചാൽ അത് തന്നെ ചോദിക്കണം എന്നില്ലല്ലോ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ രണ്ട് ടോപ്പിക്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സും അതേപോലെ തന്നെ കോമ്പൗണ്ട്സ് ഓഫ് ദി നോബിൾ ഗ്യാസസും. അപ്പോൾ ഇതിൽ HCF6ൻ്റെ ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിന്റെ ഹൈബ്രിഡൈസേഷൻ IF7 പറഞ്ഞല്ലോ, അത് ആ ഒരു ചോദ്യം. അടുത്ത വരുന്നത് പീരിയോഡിക് ടേബിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അയണൈസേഷൻ എൻതാൽപ്പി റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഓർഗാനിക് കെമിസ്ട്രി ആണ്, ബേസിക്സ് നല്ല തറവായിരിക്കണം ജനറൽ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ കാര്യത്തിൽ. കാർബോ കാറ്റോൺ, കാർബോ ആനിയോൺ, അങ്ങനെയുള്ള എല്ലാ റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റ്സും അതിൻ്റെ സ്ട്രക്ചർ, ഹൈബ്രിഡൈസേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് സ്റ്റീരിയോ കെമിസ്ട്രി, ഇതിൽ റെസിമിക് മിക്സ്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ ജിയോമെട്രിക്കൽ ഐസോമറിസം റിലേറ്റ് ചെയ്തിട്ടും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ബ്യൂട്ടൈൻ്റെ കൺഫർമേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അടുത്തതാണ് റിയാക്ഷൻ മെക്കാനിസം വരുന്നത്. ഇതിൽ കുറേ റിയാക്ഷൻസ്, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, ഈ രണ്ട് ടോപ്പിക്കാണ് വരുന്നത്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് അരോമാറ്റിസിറ്റി, അതേപോലെ തന്നെ പെരിസൈക്ലിക്, അതിൽ ഡീൽസാൾഡർ റിയാക്ഷൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയും ഇങ്ങനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിലബസ് ആണിത്. നോർമലി നമ്മുടെ കെമിസ്ട്രി എക്സാംസിന് വരുന്ന ടോപ്പിക്സിന് പുറമേ ഇതിൽ ഒരുപാട് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റത്തെ ഒരു 4 മൊഡ്യൂൾസ് മൊത്തം ഇൻഡസ്ട്രി ആൻഡ് നമ്മുടെ പുതിയതായിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഒരു 40 മാർക്കിനോളം ചോദ്യം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് അവിടെയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡ്രിങ്കിങ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസസിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഏതൊക്കെ അയൺസ് എത്ര ടോക്സിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് ഗ്രീൻ കെമിസ്ട്രി. അടുത്തതായിട്ട് ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് കോസ്മെറ്റിക്സ് ആണ്. പിന്നെ സെപ്പറേഷൻ ടെക്നിക്സിൽ നമുക്കറിയാം ക്രോമറ്റോഗ്രഫി ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം തിൻ ലെയർ ക്രോമറ്റോഗ്രഫി ആണ് ചോദിച്ചത്. ഇനി ഓർഗാനിക്കിൽ നിന്നുള്ള നെയിം റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു വന്നത്, ഒരു റിയാക്ഷൻ തന്നിട്ട് ഏത് റിയാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ ഉണ്ടായതാണ് മാനിച്ച്, വിറ്റിഗർ, റിഫോമാറ്റ്സ്കി, അങ്ങനെയുള്ള ഓപ്ഷൻസ്. അപ്പോൾ ആ എല്ലാ റിയാക്ഷൻസും അറിയാണ്ട് നമുക്ക് അങ്ങനെ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ആ ചോദിച്ച റിയാക്ഷനെങ്കിലും അറിയണമല്ലോ. അപ്പോൾ എല്ലാ റിയാക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മെക്കാനിസം അധികം പഠിക്കേണ്ട കാര്യമില്ല, ബട്ട് റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ, ഫീനോൾ, ആൽക്കൈൽ ഹാലൈഡ്സ്, അമീൻ, കാർബണൈൽ കോമ്പൗണ്ട്സ്, ആസിഡ്സ്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് എസ്റ്റേഴ്സ്, എപ്പോക്സൈഡ്സ്, ഇത്രയും ടോപ്പിക്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും. അപ്പോൾ കഴിഞ്ഞ തവണ ചോദിച്ചതിൽ അരൈൽ ഹാലൈഡ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. ഇനി ബയോമോളിക്യൂൾസിൽ അമിനോ ആസിഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. റിയാക്ഷൻ മെക്കാനിസം വീണ്ടും വരുന്നുണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷൻ മെക്കാനിസം ആണ് ചോദിക്കുന്നത്. അതിൽ ഫ്രെഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ്റെ റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് ഹെട്രോസൈക്ലിക്കിൽ ചോദ്യം വന്നിട്ടുള്ളത് 5 മെമ്പേർഡ് റിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബയോമോളിക്യൂൾസിൻ്റെ കേസിൽ നമുക്കിവിടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അങ്ങനെയുള്ള അതിൻ്റെ കോൺഫിഗറേഷൻ, ആ ഒരു ബേസിക്സ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ പഠിക്കാനുണ്ട്. പക്ഷെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് സുക്രോസിൻ്റെ ഒരു റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ സുക്രോസിനെ ഒഴിവാക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി പോളിമർ കെമിസ്ട്രിയിൽ നിന്നും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതേപോലെ സീഗ്ലർ നെട്ട പോളിമറൈസേഷൻ, ഈ ഒരു റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പിന്നെ റബ്ബർ റിലേറ്റ് ചെയ്തിട്ട് സിന്തറ്റിക് റബ്ബർ റിലേറ്റ് ചെയ്തിട്ട് NBR എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വൾക്കനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വൾക്കനൈസേഷൻ പിന്നീട് വരുന്നുണ്ട്. പിന്നെ മോൾ കോൺസെപ്റ്റിൽ നിന്നും ബേസിക് ആയിട്ടുള്ള അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എംപിറിക്കൽ ഫോർമുല തന്നിട്ട് മൊളിക്കുലർ ഫോർമുല കാണാനുള്ള ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു.
ഇനി ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റ് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഗേഷ്യസ് സ്റ്റേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൊളിക്കുലർ വെലോസിറ്റീസ്. അതിൽ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, അങ്ങനെ പല ടൈപ്പ് വെലോസിറ്റീസും അതിൻ്റെ കണക്ഷനും അവർ തമ്മിലുള്ള റേഷ്യോസ്, ആ ചോദ്യം അധികവും നമുക്ക് BSc കെമിസ്ട്രി ബേസിസിൽ വരുന്ന എക്സാംസിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും തന്നെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു വെലോസിറ്റി റിലേറ്റ് ചെയ്ത് മാത്രം. ഇനി ലിക്വിഡ് സ്റ്റേറ്റ്, ആ ഒരു ടോപ്പിക്കും ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട്. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ ബ്രാഗ്സ് ഇക്വേഷൻ റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതേപോലെ ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ പോയിന്റ് ഡിഫക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി ലിക്വിഡ് ക്രിസ്റ്റൽസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. നമ്മുടെ ടൈപ്സ് ഓഫ് ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, സ്മെക്റ്റിക്, കൊളസ്ട്രിക്, ആ ഒരു ഏരിയയിൽ നിന്നും വന്നിട്ടുണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട്. പിന്നെ സർഫസ് കെമിസ്ട്രിയും ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ വരുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്, പ്രോബ്ലം ടൈപ്പ് ഒന്നും അല്ല വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നിന്നും ഐസോതെർമൽ പ്രോസസ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ 4 ലോസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ കെമിക്കൽ ഇക്വിലിബ്രിയം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കെമിക്കൽ പൊട്ടൻഷ്യൽ വെച്ചിട്ട്, അത് തെർമോഡൈനാമിക്സിൽ വരുന്നുണ്ട്, ആ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഫേസ് ഇക്വിലിബ്രിയം, ഇതിൻ്റെ അകത്ത് വാട്ടർ സിസ്റ്റം ബേസ് ചെയ്തിട്ട് അതിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ആസിഡ് ബേസ് കെമിസ്ട്രി ആണ് അടുത്ത ടോപ്പിക്ക്. ദെൻ അയണിക് ഇക്വിലിബ്രിയത്തിൽ pH കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കെമിക്കൽ കൈനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഡർ, മൊളിക്കുലാരിറ്റി, ആ 2 ടോപ്പിക്സിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ സൊല്യൂഷൻസിൽ റാവൽസ് ലോ, ഹെൻറീസ് ലോ, ഇങ്ങനെ കുറച്ച് ലോസ് വരുന്നുണ്ട്. അപ്പോൾ ആ ലോ റിലേറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഓസ്മോസിസ് റിലേറ്റ് ചെയ്തിട്ട് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും മൊളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യവും നെർൺസ്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലവും വന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഫോട്ടോ കെമിസ്ട്രിയിൽ നിന്നും ഫോസ്ഫോറസെൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ജബ്ലോൺസ്കി ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ടല്ലോ, അത് ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ഗ്രൂപ്പ് തിയറിയിൽ നിന്നും പോയിന്റ് ഗ്രൂപ്പ് കാണാനും അതേപോലെ സിമെട്രി ഓപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇനിയാണ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 4 മൊഡ്യൂൾസ് നമുക്ക് കമ്പാരിറ്റീവ്ലി ന്യൂ ആണ്. ഇതിന് മുന്നേ ഉള്ള എക്സാം പ്രിപ്പയർ ചെയ്ത ആൾക്ക് കുറച്ച് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം ഇതിൽ നിന്നും വന്ന ചോദ്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. പക്ഷെ ആ ഓരോ പാരഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് കാണാം എന്തെങ്കിലും ആയിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് എല്ലാത്തിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഇനി പെട്രോളിയത്തിൽ നിന്നും ഈ ഒരു ടോപ്പിക്ക് ക്രാക്കിങ്, റിഫോമിങ്, അതേപോലെ ഒക്ടെയിൻ നമ്പർ, സീറ്റെയിൻ നമ്പർ, ഇത് 2 ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഇതിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ദെൻ ഫിഷർ ട്രോപ്പ് സിന്തസിസ് ബേസ് ചെയ്തിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്ഷൻസിൽ കൊടുത്തതായിരുന്നു ബർഗിയസ് പ്രോസസ്സ്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ മെറ്റലർജിയിൽ നിന്നും ഓറുകൾ, ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ ഓഴ്സ് റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം. അതേപോലെ മെറ്റലർജിക്കൽ പ്രോസസ്സ്, ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ടല്ലോ, പൾവറൈസേഷൻ, കാൽസിനേഷൻ, അങ്ങനെയുള്ള പ്രോസസ്സ് റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ കൊറോഷനിൽ നിന്നും സ്പെസിഫിക് വോളിയം റേഷ്യോസ്, അത് ബേസ് ചെയ്തിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ്, കാര്യങ്ങൾ, അതിൽ ക്ലോർ ആൽക്കലി പ്രോസസ്സ് നമ്മുടെ മെറ്റലർജിയിൽ വരുന്നതാണ്. ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്കറിയാം. സെമി കണ്ടക്ടേഴ്സും സൂപ്പർ കണ്ടക്ടേഴ്സും അത് പഠിക്കണം. ദെൻ നാനോ കെമിസ്ട്രിയിൽ നിന്നും സിന്തസൈസ് ഓഫ് നാനോ പാർട്ടിക്കിൾ, ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ഇതൊരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ കൊളോയിഡ്സിൽ നിന്നും 2 ചോദ്യങ്ങളാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഈ മെത്തേഡ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതെന്താന്നുള്ളത്. അപ്പോൾ പൊതുവെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ കാണുമ്പം നമുക്ക് എന്താ പറയുക, ഒരുപാട് ഡീപ്പ് അല്ലെങ്കിലും ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും തന്നെ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് ഒക്കെ പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. എസ്പെഷ്യലി നമ്മളൊരു BSc കെമിസ്ട്രി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് കട്ട് ഓഫ് വളരെ കൂടി വരുന്നുണ്ട്. 65+70 ഒക്കെയാണ് പ്രീവിയസ് ആയിട്ട് നടന്ന എക്സാംസിൻ്റെ ഒക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണോ സിലബസ് മാക്സിമം കവറപ്പ് ചെയ്യാൻ പറ്റുന്നത് അവർക്കാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് കറ്റാലിസിസിൽ നിന്നും കുറച്ച് റിയാക്ഷൻസ് തന്നിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സിലിക്കേറ്റ് ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് റിഫ്രാക്ടറിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു.
ദെൻ പോളിമേഴ്സ് തെർമോസെറ്റിങ്ങും തെർമോപ്ലാസ്റ്റിക്കും അതിൻ്റെ മൗൾഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ നേരത്തെ പറഞ്ഞ പോലെ റബ്ബറിൻ്റെ വൾക്കനൈസേഷൻ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ വരുന്നത് യൂണിറ്റ് പ്രോസസ്സും ഓപ്പറേഷൻസും ആണ്. അതിൽ യൂണിറ്റ് ഓപ്പറേഷൻസിൽ ഡിസ്റ്റിലേഷൻ, റെക്ടിഫിക്കേഷൻ, ഇവാപ്പറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വെച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫിൽട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ളതിൽ ക്രിസ്റ്റലൈസേഷനും സൂപ്പർ സാച്ചുറേഷനും ബേസ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇനി വരുന്നത് യൂണിറ്റ് പ്രോസസ് ആണ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ച റിയാക്ഷൻസ് ആണ് ഇതൊക്കെയും തന്നെ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നൈട്രേഷൻ, സൾഫനേഷൻ, എസ്റ്ററിഫിക്കേഷൻ ഇങ്ങനെയുള്ള പ്രോസസ്സിന് റിലേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് നമ്മളൊരു ഇൻഡസ്ട്രി ബേസ്ഡ് മാനുഫാക്ചറിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടുന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായത്, ഈ ക്ലോറോബെൻസീനെ നൈട്രേഷൻ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, ആ ഒരു ടൈപ്പ് ചോദ്യമായിരുന്നു. ദെൻ സൾഫണേഷൻ, ദെൻ എസ്റ്ററിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഈ എസ്റ്റേഴ്സ് ഒക്കെ തന്നിട്ട് അത് വെച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ അമിനേഷൻ ഇതിൽ വരുന്നതാണ്. അടുത്തത് അനലിറ്റിക്കൽ കെമിസ്ട്രി ആണ്. തെർമോമീറ്റർ റിലേറ്റ് ചെയ്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ പൊലാരിമെട്രി, റിഫ്രാക്ടോമെട്രി, നെഫ്ലോമെട്രി ഇതേപോലുള്ള ഇങ്ങനെയുള്ള ഒപ്റ്റിക്കൽ മെത്തേഡ്സും അതേപോലെ തന്നെ നമ്മുടെ തെർമോ അനലിറ്റിക്കൽ മെത്തേഡ്സും അതൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. ദെൻ ഫ്ലൂയിഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഇതിൽ പമ്പിൻ്റെ റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു, പമ്പ് റിലേറ്റഡ് ആയിട്ട്. ദെൻ സേഫ്റ്റീൻ്റെ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്. ഇതിൽ തന്നെ ടോക്സിക് ഹസാർഡ്സ് ആൻഡ് ടോക്സിസിറ്റി ആ ഒരു ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ത്രെഷോൾഡ് ലിമിറ്റ് വാല്യൂ അതാണ് അടുത്ത ഒരു ടോപ്പിക്ക് വരുന്നത്. ഇതിൽ ട്രാൻസ്പോർട്ടിങ് ഹസാർഡ് കെമിക്കൽസ് ഈ ഒരു കാര്യം ഏത് ആക്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, അതേപോലെ തന്നെ ഫയർ ആൻഡ് ഫയർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് ഇതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഫയർ ഡിറ്റക്ടേഴ്സ് അതിൽ സ്മോക്ക് ഡിറ്റക്ടർ ആണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായത്. ദെൻ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ടെക്നിക്ക് അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്റ്റിങ്ക്വിഷേഴ്സ്, ഫോം എക്സ്റ്റിങ്ക്വിഷർ, ഡ്രൈ കെമിക്കൽ എക്സ്റ്റിങ്ക്വിഷർ, കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു സംഭവം. പിന്നെ ഫയർ അലാം സിസ്റ്റം റിലേറ്റ് ചെയ്തൊരു ചോദ്യം, സേഫ്റ്റി ട്രെയിനിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ പെട്രോളിയം ആൻഡ് എനർജി എഞ്ചിനീയറിംഗിൽ നിന്നും പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിക്വിഡ് ഫ്യൂവൽസ് ഇതാണ് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്തത് പ്യൂരിഫിക്കേഷൻ ആണ്. പ്യൂരിഫിക്കേഷനിൽ സ്വീറ്റനിങ് ബേസ് ചെയ്തിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. ന്യൂട്ടൺസ് സ്വീറ്റനിങ്, ലോയർ സ്വീറ്റനിങ്, മോൺ സ്വീറ്റനിങ്, അതേപോലെ ഡോക്ടർ സ്വീറ്റനിങ്. ദെൻ ന്യൂക്ലിയർ ഫ്യൂവൽസ്. ദെൻ വരുന്നതാണ് കലോറിഫിക് വാല്യൂ, അതിൽ BTU എത്ര കലോറിയാണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ അനാലിസിസ് ഓഫ് കോളും ഫൈനലി സോളാർ എനർജി അതുപോലെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സിലബസിലുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് 60% നോർമൽ നമ്മൾ എല്ലാ എക്സാമിനും കാണുന്ന ടോപ്പിക്കും ദെൻ 40% ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സും ആണ്. അപ്പം രണ്ട് ടോപ്പിക്കിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും നമ്മളത് അതിൻ്റെ ആ ഒരു ബേസിക്സ് തന്നെ പഠിച്ചു പോയാൽ തന്നെ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഇതിൽ കൂടുതലും തന്നെ ഈ സിലബസിലുള്ള അതേ ടേംസ് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.